ഡിസ്മാൻഡിൽ ആൻഡ് അസംബിൾ വാട്ടർ സർക്കുലേറ്റിംഗ് പമ്പ്. ഹലോ, എന്റെ പേര് ഷീന. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ എല്ലാവരും ആവേശഭരിതരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മോഡ്യൂളിൽ വാട്ടർ സർക്കുലേറ്റിംഗ് പൊളിച്ചു മാറ്റി വീണ്ടും റീഅസംബിൾ ചെയ്യാൻ നമ്മൾ പഠിക്കാൻ പോകും. ഈ പരിശീലനത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ പഠിക്കാൻ കഴിയും. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക, എല്ലാ ഭാഗങ്ങളും അഴിക്കുക, സേവനം അല്ലെങ്കിൽ ആവശ്യമായ ഭാഗങ്ങൾ മാറ്റി സ്ഥാപിക്കുക, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ എല്ലാ ഭാഗങ്ങളും കൂട്ടിയോജിപ്പിച്ച് പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ പരിശീലനം ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ, മെറ്റീരിയലുകൾ, ഉപകരണങ്ങൾ എന്നിവ നോക്കാം. ആവശ്യമായ സാമഗ്രികൾ ഇവയാണ്: ഡബിൾ എൻഡ് സ്പാനർ 6 mm മുതൽ 24 mm വരെ ഒരു സെറ്റ്, റിംഗ് സ്പാനർ 6 mm മുതൽ 24 mm വരെ ഒരു സെറ്റ്, പൈപ്പ് റെഞ്ച് 300 mm ഒരെണ്ണം, 1 കിലോ ഭാരമുള്ള ചുറ്റിക ഒരെണ്ണം, ആവശ്യമായ വലുപ്പത്തിനുള്ള 3 കാലുകളുള്ള പുള്ളർ ഒരെണ്ണം, വാലറ്റ് ഒരെണ്ണം. ആവശ്യമായ ഉപകരണങ്ങൾ: സെൻട്രിഫ്യൂഗൽ പമ്പ് ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ് കേസിംഗ് സിംഗിൾ സെക്ഷൻ ഒരെണ്ണം. ആവശ്യമായ മെറ്റീരിയലുകൾ: മണ്ണെണ്ണ 5 ലിറ്റർ, ഫ്ലാറ്റ് ബ്രാസ് ബ്രഷ് 150 mm ഒരെണ്ണം, ബനിയൻ ക്ലോത്തുകൾ 50 cm, ക്യാനിലെ ഓയിൽ 1/2 ലിറ്റർ. സർക്കുലേറ്റിംഗ് പമ്പ് ഹീറ്റിംഗ് സിസ്റ്റത്തിലും ഹീറ്റ് ട്രാൻസ്ഫർ സെറ്റപ്പുകളിലും ഫീൽഡ് നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ചലനം സൃഷ്ടിക്കുന്നതിനായി സെൻട്രിഫ്യൂഗൽ പമ്പുകൾ ഉപയോഗിക്കുന്നത് പോലെയുള്ളവയാണ്. ഹീറ്റിംഗ് സിസ്റ്റം, ഹൈ ടെമ്പറേച്ചർ വാട്ടർ സിസ്റ്റം, റിയാക്ടർ സർക്യൂട്ടുകൾ എന്നിവയുൾപ്പെടെ വിവിധ സജ്ജീകരണങ്ങളിലും നീന്തൽക്കുളം ഫിൽട്ടറുകൾ പോലെയുള്ള തുറന്ന സംവിധാനങ്ങളിലും അവ പരമപ്രധാനമാണ്. അവയുടെ രൂപകൽപ്പന സാധാരണയായി ഉയർന്ന ദ്രാവക താപനില കൈകാര്യം ചെയ്യുന്നതിനും സിസ്റ്റത്തിനുള്ളിൽ മതിയായ പ്രഷർ നിലനിർത്തുന്നതിനും അനുയോജ്യമാണ്. ക്ലോസ്ഡ് പമ്പ് സർക്യൂട്ടുകൾക്കുള്ളിലെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഷാഫ്റ്റ് സീലുകൾ ഉള്ളതോ ഇല്ലാത്തതോ ആയവയും വ്യത്യസ്ത തരങ്ങളിൽ ഉൾപ്പെടുന്നു. ഒരു സർക്കുലേറ്റിംഗ് പമ്പിന്റെ പ്രധാന ഘടകങ്ങൾ: ഒരു സർക്കുലേറ്റിംഗ് പമ്പിൽ 2 പ്രാഥമിക ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു: പമ്പ് മോട്ടോറും കൂടാതെ മറ്റ് എസെൻഷ്യൽ പാർട്സുകളുമുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന മോട്ടോർ ഇൻഡക്ഷൻ മോട്ടോറാണ്. അത് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കിയാണ് വാട്ടർ പമ്പിംഗ് ഉപയോഗിക്കുന്നത്. ഓരോ സർക്കുലേറ്റിംഗ് പമ്പിലും ഒരു ഇൻലെറ്റും ഔട്ട്ലെറ്റും ഉൾപ്പെടുന്നു. അത് ഇംപെല്ലറിലൂടെ വെള്ളം വലിച്ചെടുക്കുകയും ഔട്ട്ലെറ്റിൽ കൂടി പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. കേസിംഗിലെ ഒരു ആരോ അടയാളം ഒഴുക്കിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. ഇത് ഇൻലെറ്റും ഔട്ട്ലെറ്റും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. അവ കേന്ദ്രീകൃതമായി വിന്യസിച്ചിരിക്കുന്നു. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഇംപെല്ലറിലൂടെ വെള്ളം പ്രവേശിക്കുന്നു. പമ്പ് കേസിംഗിൽ വോല്യൂട്ട് എന്നറിയപ്പെടുന്ന ഒരു ചാനൽ അടങ്ങിയിരിക്കുന്നു. അവിടെ ഔട്ട്ലെറ്റിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ഇംപ്ലയറിൽ നിന്ന് കടന്ന ശേഷം വോല്യൂട്ട് ചാനൽ ശേഖരിച്ചു വെക്കുന്നു. പമ്പ് കേസിംഗിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇംപെല്ലർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നൽകി വെള്ളം പമ്പിൽ നിന്നും പൈപ്പുകളിലേക്കും തള്ളപ്പെടുന്നു. ഇംപെല്ലറിന് പിന്നിലുള്ള ബ്ലാക്ക് പ്ലേറ്റ് പമ്പ് കേസിംഗിനുള്ളിലെ ജലപ്രവാഹത്തെ പരിമിതപ്പെടുത്തുകയും ഷാഫ്റ്റ് റൊട്ടേഷനായി ഒരു ബെയറിംഗ് ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നു. ഒരു റബ്ബർ സീൽ ചോർച്ച തടയുന്നു. ഷാഫ്റ്റും റോട്ടറും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. റോട്ടർ ഷാഫ്റ്റിലും ഇംപെല്ലറിലും ഘടിപ്പിച്ചിരിക്കുന്നു. റോട്ടർ ഒരു റോട്ടർ ക്യാനിൽ പൊതിഞ്ഞ് മോട്ടറിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളുമായി വെള്ളം ബന്ധപ്പെടുന്നത് തടയുന്നു. ഇൻഡക്ഷൻ മോട്ടറിൽ സ്റ്റേറ്ററിൽ പാക്ക് ചെയ്തിരിക്കുന്ന കോപ്പർ വയർ കോയിലുകൾ ഉൾപ്പെടുന്നു. കോയിലുകളിലൂടെ ഒഴുകുന്ന വൈദ്യുതി ഒരു കറങ്ങുന്ന വൈദ്യുതി കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നു. ഇത് റോട്ടറിനെ ചലിപ്പിക്കുന്നു. സ്പീഡ് സെലക്ടർ സ്വിച്ച് അടങ്ങിയിരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ടെർമിനൽ ബോക്സിന്റെ സഹായത്തോടെ മോട്ടോർ ഹൗസിൽ ഈ ഘടകങ്ങൾ സംരക്ഷിക്കുന്നു. ഈ സ്വിച്ച് മോട്ടറിന്റെ വേഗത നിയന്ത്രിക്കുന്നു. അത് സർക്കുലേറ്റർ പമ്പിന്റെ ഫ്ലോ റേറ്റിനെ ബാധിക്കുന്നു. ഇങ്ങനെയാണ് ഒരു സർക്കുലേറ്റിംഗ് പമ്പ് പ്രവർത്തിക്കുന്നത്. ഇൻലെറ്റിലൂടെ വെള്ളം പ്രവേശിച്ച് ഇംപെല്ലറിൽ വെച്ച് മധ്യത്തിലേക്ക് ഒഴുകി അവിടെ അത് ഇംപെല്ലറിന്റെ ബ്ലേഡുകളാൽ പിടിച്ചെടുക്കപ്പെടുന്നു. ഒരു കാന്തിക ക്ഷേത്രം റോട്ടറിനെ കറക്കുന്നതിന് കാരണമാകുന്നു. റോട്ടർ ഷാഫ്റ്റിലേക്കും ഇംപെല്ലറിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ അവയെല്ലാം ഒരുമിച്ച് കറങ്ങാൻ തുടങ്ങുന്നു. ഇത് ജലത്തിന് ഗതികോർജം നൽകുകയും അത് പുറത്തേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. വെള്ളം ഇംപെല്ലറിന്റെ അരികിലെത്തുമ്പോൾ അതിന്റെ വേഗത ഗണ്യമായി വർദ്ധിക്കുന്നു. അത് പിന്നീട് വോല്യൂട്ടിലേക്ക് പ്രവേശിക്കുകയും പമ്പ് കേസിംഗിൽ പുറംചട്ടയുമായി കൂട്ടിയിടുകയും സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഫ്ലോ റേറ്റ് നിർണ്ണയിക്കുന്നതിന് ഈ മർദ്ദ നിരയിലാണ്. വോല്യൂട്ടിന്റെ വികാസം സംഭവിക്കുകയും ജലത്തിന്റെ വേഗത കുറയ്ക്കുകയും
പ്രഷർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഔട്ട്ലെറ്റിൽ ഉയർന്ന പ്രഷർ ഉണ്ടെങ്കിൽ പൈപ്പുകളിലൂടെ കൂടുതൽ വെള്ളം ആവശ്യമുള്ളിടത്തേക്ക് പുറന്തള്ളപ്പെടും. ഘട്ടം 1. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് ഉൾപ്പെടുന്ന ഘടകങ്ങൾ തിരിച്ചറിയുക. നെയിം പ്ലേറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തി പട്ടിക 1 രേഖപ്പെടുത്തുക. ചിത്രം 1 കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സെൻട്രിഫ്യൂഗൽ ജല പമ്പിൽ ലേബൽ ചെയ്തിരിക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിയുകയും പട്ടികപ്പെടുത്തുകയും ചെയ്യുക. അവ പട്ടിക 2 രേഖപ്പെടുത്തുക. പട്ടിക 1. സെൻട്രിഫ്യൂഗൽ ജല പമ്പ് നെയിം പ്ലേറ്റിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പമ്പ് നിർമ്മാണം, മോഡൽ, ലിറ്റർ പെർ സെക്കൻഡിൽ ശേഷി, ആകെയുള്ള മീറ്റർ ഹെഡ്, വൈദ്യുത ഉപഭോഗം KW, സക്ഷൻ ആൻഡ് ഡെലിവറി വലിപ്പം. പട്ടിക 2. ഘട്ടം എല്ലാ ഘടകങ്ങളും പൊളിച്ചു മാറ്റുക. ഡ്രൈവിൽ നിന്ന് കപ്ലിംഗ് വിച്ഛേദിച്ച് വേർപെടുത്തുക. ചിത്രം 1 കാണിച്ചിരിക്കുന്നത് പോലെ പമ്പിന്റെ സ്പ്ലിംഗ് കേസിംഗ് അൺസീൽ ചെയ്യുക. ബെയറിംഗ് കപ്പ് കൈവശം വെച്ചിരിക്കുന്ന ബോൾട്ടുകൾ അഴിക്കുക. തുടർന്ന് അവ നീക്കം ചെയ്യുക. റൊട്ടേറ്റിംഗ് അസംബ്ലി എക്സ്ട്രാക്ട് ചെയ്യുക. ഷാഫ്റ്റിൽ നിന്ന് എല്ലാ ഘടകങ്ങളും വേർപെടുത്തുക. ഷാഫ്റ്റ് ഡ്രൈവുമായി ബന്ധിപ്പിക്കുന്നിടത്ത് അടയാളപ്പെടുത്തി ഇംപെല്ലറിന്റെ വശം സൂചിപ്പിക്കുക. ഘട്ടം 3. ആവശ്യാനുസരണം ഘടകങ്ങളുടെ മെയിൻ്റനൻസ് നടത്തുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക. വേർപെടുത്തിയ എല്ലാ ഘടകങ്ങളും മണ്ണെണ്ണയിൽ മുക്കുക. വൃത്തിയാക്കാൻ ഒരു പിച്ചള ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്കെയിലും തുരുമ്പും ഇല്ലാതാക്കുക. മൂവ്മെന്റിന്റെ സ്മൂത്ത്നെസ്സിനായി ഷാഫ്റ്റ് പരിശോധിക്കുക. കാര്യമായ സ്കോറിംഗ് വ്യക്തമാണെങ്കിൽ ഷാഫ്റ്റ് അല്ലെങ്കിൽ സ്ലീവ് മാറ്റി സ്ഥാപിക്കുക. ഡ്രൈവ്, നോൺ ഡ്രൈവ് ബെയറിംഗുകൾ നന്നായി വൃത്തിയാക്കി പരിശോധിക്കുക. ആവശ്യമെങ്കിൽ പുതിയ ബെയറിംഗുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഏതെങ്കിലും വിള്ളലുകൾക്കായി ഇംപെല്ലർ പരിശോധിക്കുക. ആവശ്യമെങ്കിൽ പുതിയൊരെണ്ണം ഇൻസ്റ്റാൾ ചെയ്യുക. സ്കോറിംഗിനായി മറ്റെല്ലാ ഘടകങ്ങളും പരിശോധിക്കുക. അതിനനുസരിച്ച് അവ നന്നാക്കുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുക. ഘട്ടം 4. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ നിർമ്മാണവും വിലയിരുത്തലും. വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് എല്ലാ ഘടകങ്ങളും വൃത്തിയാക്കുക. എല്ലാ ഭാഗങ്ങളിലും ഓയിൽ പുരട്ടിയതിനു ശേഷം അസംബ്ലിംഗ് ചെയ്യുക. സൂചിപ്പിച്ചതുപോലെ ശരിയായ ഓറിയന്റേഷനിൽ ഇംപെല്ലർ ഇൻസ്റ്റാൾ ചെയ്യുക. എല്ലാ ഘടകങ്ങളും സുരക്ഷിതമായി അറ്റാച്ച് ചെയ്യുക. ആവശ്യമുള്ളിടത്ത് ഗ്യാസ്കട്ടുകൾ ഉപയോഗിക്കുക. ബെയറിംഗുകൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് ഷാഫ്റ്റിലേക്ക് ചേർക്കുക. ഭ്രമണം ചെയ്യുന്ന അസംബ്ലി കേസിംഗിലേക്ക് അറ്റാച്ച് ചെയ്യുക. ശരിയായ ഗ്യാസ്കറ്റിന്റെ ഉചിതമായ സ്ഥാനം താഴെയും മുകളിലും ഉള്ള കേസിങ്ങൾക്കിടയിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. എല്ലാ ബോൾട്ടുകളും സുരക്ഷിതമാക്കിയതിനു ശേഷം കൃത്യമായ വലിപ്പത്തിലും അളവിലുമുള്ള കയർ ഉപയോഗിച്ച് ഗ്ലാൻഡ് പാക്ക് ചെയ്യുക. ഷാഫ്റ്റിന്റെ സുഗമമായ റൊട്ടേഷൻ പരിശോധിക്കുക. കപ്ലിംഗും വയറിംഗും മോട്ടോറുമായി ബന്ധിപ്പിക്കുക. സക്ഷൻ ആൻഡ് ഡെലിവറി വാൽവുകൾ തുറക്കുക. പമ്പ് പ്രവർത്തിപ്പിച്ച് ജലത്തിന്റെ മർദ്ദവും ഒഴുക്കിന്റെ നിരക്കും വിലയിരുത്തുക. സർക്കുലേറ്റിംഗ് പമ്പുകളുടെ പ്രവർത്തനം വിലയിരുത്താൻ ഇത് നമ്മളെ സഹായിക്കും. നമ്മൾ ഈ പരിശീലനത്തിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഈ അഭ്യാസത്തിൽ സർക്കുലേറ്റിംഗ് പമ്പുകളെ കുറിച്ചും അതിന്റെ പ്രവർത്തന തത്വങ്ങളെ കുറിച്ചും കൂടാതെ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഭാഗങ്ങൾ തിരിച്ചറിയുക, എല്ലാ ഭാഗങ്ങളും പൊളിച്ചു മാറ്റുക, സേവനം അല്ലെങ്കിൽ ആവശ്യമായ ഭാഗങ്ങൾ മാറ്റിസ്ഥാപിക്കുക, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ എല്ലാ ഭാഗങ്ങളും കൂട്ടിയോജിപ്പിച്ച് അതിന്റെ കാര്യക്ഷമത പരിശോധിക്കുക. അങ്ങനെ ജലസംക്രമണ പമ്പുകൾ പൊളിച്ചു മാറ്റുകയും കൂട്ടിച്ചേർക്കുന്നതും നമ്മൾ പഠിച്ചു. നിങ്ങളുടെ പരിശീലകന്റെ സഹായത്തോടെ ഈ പരിശീലനം ചെയ്യുക. നന്ദി.